وأشهد أن نبينا محمدا عبده ورسوله صلى الله عليه وعلى آله ومن تبع أصحابه ومن تبعهم بإحسان إلى يوم الدين. بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فيا أيها الناس أوصيكم وإياي بتقوى الله واتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള മുസ്ലിങ്ങളെ മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവരഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രാവിലും പകലിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം സർവശക്തനായ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കുകൾ കഴിവതും ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, സ്വാബിരീങ്ങൾക്ക്, മുഹ്സിനീങ്ങൾക്ക് വെച്ചിരിക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിവതും സദാ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നല്ലവരായ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉപപങ്കന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, ബന്ധുപുത്രാദികൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ആഹരിപ്പിക്കുന്നവർ, ലോക മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നസീബാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ശിഷ്ടകാലം പാപരഹിതമായ നല്ലൊരു ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, റമളാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞു. റമളാനിയത്ത് വിട പറയാൻ പാടില്ല. നമുക്ക് റമളാൻ എന്തായിരുന്നു? റമളാൻ അത് മുഴുവനും നമ്മെ സംസ്കരിച്ചു, ഇബാദത്തുകളിൽ നമ്മെ സജീവമാക്കി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിൽ ഹൃദയങ്ങളെ അല്ലാഹു തആല ശുദ്ധീകരിച്ചു. ആ ഹൃദയ വിശുദ്ധിയോടെ ഈദുൽ ഫിത്ർ കൊണ്ടാടുകയാണ് ഇന്ന് നമ്മൾ മാത്രമല്ല, നമ്മുടെ മുകളിൽ കത്തിപിടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുന്ന സൂര്യനും ഇന്നലെ മറഞ്ഞുപോയ ചന്ദ്രനും, നമ്മൾ മറഞ്ഞുപോയി ചന്ദ്രനും, അതുപോലെ നക്ഷത്രങ്ങളും, ഈ ആകാശവും ഭൂമിയും, ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും, ഭൂമിക്കിടയിലുള്ള ആകാശത്തിനിടയിലുള്ള സർവ്വചരാചരങ്ങളും, ആകാശത്തും ഭൂമിയിലുമുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും എല്ലാം ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. കാരണം അവളെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹുവിന്റെ അടിമകളാണ്. അതോടൊപ്പം തന്നെ നമ്മളാവുന്ന, അല്ലാഹു ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന അടിമകളാവുന്ന നമ്മളും ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും എന്റെയും ഈ ഈദ്ഗാഹിന്റെയും പേരില് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും പെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആദ്യമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ചുരുങ്ങിയ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച്
അള്ളാഹുവിന്റെ കൂടെ ഇനിയും സഞ്ചരിക്കാനെന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. വലിയ നീണ്ടൊരു പ്രസംഗമോ വലിയ കത്തിക്കാളലോ ഒന്നും ഉണ്ടാവുകയില്ല. റമളാനിന് നോമ്പ് പൂർത്തീകരിച്ച് പെരുന്നാളിന് വേണ്ടി ഈദ് മുസല്ലയിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളാവുന്നു നാം. റമളാൻ നന്മയുടെ പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു, വസന്തമായിരുന്നു. നമ്മൾ റമളാനിനെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്, വസന്തമാണെന്നാ പറയുന്നു. വസന്തത്തിൽ ധാരാളം പൂക്കൾ നമ്മളിൽ നിന്ന് വിരിഞ്ഞു. നമ്മൾക്കറിയാമല്ലോ, വസന്തത്തിൽ വിരിയുന്ന പൂക്കള് വെറുതെ വിരിയുന്നതല്ല വസന്തത്തിൽ വിരിയുന്ന പൂക്കൾ. വരാനിരിക്കുന്ന ഋതുക്കളിൽ കായ്കനികളായി മാറാനുള്ള പൂക്കളാണ് വസന്തത്തിൽ വിരിയുന്നത് എന്ന് നമുക്കറിയാം. സർവ്വ ജീവജാലങ്ങളും അപ്രകാരമാണ്. വസന്തമായി കഴിഞ്ഞാൽ പൂത്തില്ലെങ്കിൽ നമ്മുടെ മരങ്ങൾ, നമ്മുടെ പ്ലാവുകൾ, മാവുകൾ പൂത്തില്ലെങ്കിൽ നാം വിഷമിക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പൂത്ത് നിൽക്കുന്ന പുഷ്പങ്ങള് വാടിപ്പോകാതെ, വെറുതെ വീണു പോകാതെ, നശിച്ചു പോകാതെ അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അതിൽ നിന്നുള്ള ജാഗ്രതയാണ് നമുക്ക് ആവശ്യം. അതാണ് നമുക്ക് കഴിയേണ്ടത്, വേണ്ടത്. നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട ഒന്നാമത്തെ സംഗതി ഞാൻ പറയുന്നത് ഈമാനാണ്. റമളാൻ മൂലം, അതുപോലെ തന്നെ ഈ നോമ്പ് മൂലം, തറാവീഹ് മൂലം, ഖിയാമുൽ ലൈൽ മൂലം, തസ്ബീഹ്, തക്ബീർ, തഹ്ലീൽ മൂലം, ഖുർആൻ പാരായണം മൂലം, സുന്നത്തുകൾ അധികരിപ്പിച്ചത് മൂലം, സുന്നത്തുകൾ ഹയാത്താക്കിയത് മൂലം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം സഹോദര്യങ്ങൾ പങ്കുവെച്ചതിന്റെ പേരിൽ എല്ലാം നാം എന്തിന്റെ പേരിലായിരുന്നു? അത് ഈമാനിന്റെ പേരിലായിരുന്നു. ഈമാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആരൊരുവൻ മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ എന്നൊരു വാക്ക് അവിടെ ഷർത്തായി വെച്ചിട്ടുണ്ട്. രണ്ട് വാക്കുകൾ, ഈമാനോടെ, അതുപോലെ ഇഹ്തിസാബോടെ. ഈമാനോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമേ അള്ളാഹു നോമ്പ് സ്വീകരിക്കുകയുള്ളൂ, നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ, ഖിയാമുൽ ലൈൽ സ്വീകരിക്കുകയുള്ളൂ, എല്ലാം ഉള്ളൂ. ഇഹ്തിസാബൻ, പ്രതീക്ഷ വെച്ചുകൊണ്ട്. അഥവാ ഈമാനിന്റെയും ഖൗഫിന്റെ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൈനൽ ഖൗഫി വറജാ, ഭയത്തിന്റെയും ആഗ്രഹത്തിന്റെയും ഇടയിലുള്ള ഒരു സംഗതിക്കാണ് ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണ് ആ ഈമാൻ നിലനിർത്തി കൊണ്ടുപോകാൻ നാം മറന്നു പോകരുത്. എന്ത് ഈമാൻ? എന്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഉടമസ്ഥൻ അല്ലാഹുവാണ്. നാം ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറും അത് തന്നെയാണ്. എല്ലാം, എനിക്ക് എല്ലാത്തിനും വലുത് എന്റെ അല്ലാഹുവാണ്. നമസ്കാരങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം തന്നെ 165ഓളം പ്രാവശ്യം ഫർദിലും സുന്നത്തിലുമായി അല്ലാഹു അക്ബർ എന്ന മന്ത്രധ്വനി, ആ വാക്ക്, ആ ശബ്ദം, ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം എല്ലാം. അതിന്റെ അർത്ഥം എനിക്ക് എല്ലാത്തിനും വലുത് അല്ലാഹുവാണ്. ഓരോ സാഹചര്യത്തിലാണ് എല്ലാം വലുതാവുന്നത്. ഒരു മനുഷ്യന് അസുഖമാണെങ്കിൽ അവന്റെ അസുഖമായിട്ട്, വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അസുഖം വരുത്തിയവൻ അല്ലാഹുവാൻ, ആ അസുഖം മാറ്റിത്തരുവൻ അല്ലാഹുവാണ് എന്ന അല്ലാഹു അക്ബർ. വേറെ കടയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, സാമ്പത്തികമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, മറ്റല്ല ഓരോരോ വിഷയവുമായി ബന്ധപ്പെട്ടും എനിക്ക് ഏറ്റവും വലിയവൻ എന്റെ റബ്ബാണ് എന്ന പൂർണ്ണമായ വിശ്വാസം. ഉടമസ്ഥനും പ്രകൃതി നിയമ വിധികർത്താവും സൃഷ്ടാവും രക്ഷിതാവും നിയന്താവും എല്ലാം അറിയുന്നവരുമായ അള്ളാഹുവിനെ കൂടെ നിർത്താനുള്ള ശ്രമമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് ഈമാൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. നിശ്ചയം അല്ലാഹു തആല ശരിയായ വിശ്വാസികളോടൊപ്പമാവുന്നു. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹു മാത്രമാണ് എനിക്കുള്ളത്.
ആ അല്ലാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, ആ അല്ലാഹുവിനെ മാത്രമേ ഞാൻ വിളിക്കൂ, ആ അല്ലാഹുവിനോട് മാത്രമേ ഞാൻ എന്റെ വിഷമങ്ങൾ പറയൂ, അല്ലാഹുവിനോട് മാത്രമേ എന്റെ സ്വകാര്യങ്ങൾ പറയൂ, ആ അല്ലാഹുവിന് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ, ആ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ റുകൂ ചെയ്യൂ, ആ അല്ലാഹുവിനോട് മാത്രമേ എന്റെ വേവലാദികൾ പറയൂ, ആ അല്ലാഹുവിനെ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ, അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്തുകയുള്ളൂ, അവനോട് മാത്രമേ ഞാൻ എല്ലാ സ്വകാര്യങ്ങളും രഹസ്യങ്ങളും വിഷമങ്ങളും പരസ്യങ്ങളും പറയുകയുള്ളൂ. എന്റെ നേർച്ചകൾ അവനുള്ളതാണ്, എന്റെ സുജൂദുകൾ അവനുള്ളതാണ്, എന്റെ സർവസ്വവും എന്റെ റബ്ബിനുള്ളതാണെന്ന് പൂർണ്ണമായ വിശ്വാസം കൊണ്ടുവരലാണ് ഒന്നാമതായി റമദാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, ഒരു വസ്തുവിനും ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും യാതൊന്നും ചെയ്തു തരാൻ കഴിയില്ല എന്ന പൂർണ്ണമായ വിശ്വാസം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടു പോയാൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രഭാതത്തിലായി പ്രദോഷത്തിലായി നിങ്ങളുടെ മക്കളുമായി നിങ്ങളുടെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ടീപ്പോയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ഭക്ഷണത്തളികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ചും അവന്റെ ഏകത്വത്തെ കുറിച്ചും തൗഹീദിന്റെ ഏറ്റവും ആവശ്യകതകളെ കുറിച്ചും ചെറിയ മക്കളോടും വലിയ മക്കളോടും മരുമകനോടും മരുമകളോടും എല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ മക്കൾ നല്ല വഴിക്ക് വരാനുള്ള ഏറ്റവും നല്ല മാർഗം, ഈമാനുള്ളവരായി വളരാനുള്ള ഏറ്റവും നല്ല മാർഗം. അവസാനത്തിൽ ഞാനത് കൂട്ടിച്ചേർക്കാം, എന്തുകൊണ്ടാണ് ഞാനത് മുമ്പേ കൂട്ടി പറഞ്ഞത് എന്ന്. അപ്പോൾ ഒന്നാമതായി അല്ലാഹു തആല റമദാനിൽ നമുക്ക് നൽകുന്നത് ഈമാനാണ്, ശരിയായ വിശ്വാസം. അല്ലാഹു അല്ലാത്ത ഒരു വ്യക്തിക്കും ഈ ലോകത്ത് ഒരു മുഅ്മിനായ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ഭരണകൂടത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു സ്റ്റേറ്റിനും ഒരു കേന്ദ്രത്തിനും ഒരു ലോകത്തിനും ഒരു ലോക പോലീസിനും ഒരാൾക്കും അല്ലാഹുവിനെ വിളിക്കുന്നവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന പൂർണ്ണമായ വിശ്വാസം. രണ്ടാമത്തെ അല്ലാഹു പറഞ്ഞ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു നാളെ തഖ്വയുള്ളവരോട് കൂടിയാണുള്ളത്. ഒന്നാമത്തെ ആരോട് കൂടിയാ? ഈമാനുള്ള തൗഹീദുള്ള വഹദാനിയത്തുള്ള തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരോട് കൂടിയാണ്. രണ്ടാമത്തേത് മുത്തഖീങ്ങളോട് കൂടിയാണ്. എന്തിനാണ് നോമ്പ് തന്നത് സഹോദരങ്ങളെ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. നമസ്കാരം എന്തിനാ? തഖ്വയുള്ളവരാകാൻ. തറാവീഹ് എന്തിനാ? തഖ്വയുള്ളവരാകാൻ. അതേ സഹോദരൻ ഖിയാമുൽ ലൈൽ എന്തിനാ? തഖ്വയുള്ളവരാകാൻ. ഇതെല്ലാം എന്തിനാണ്? അല്ലാഹു നൽകി തഖ്വയുള്ളവരാകാനാണ്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീകളോടൊപ്പമാണ് നാളെയുള്ളത്. നോമ്പ് അല്ലാഹു നമുക്ക് നൽകിയത് 30 ദിവസത്തെ ഉപവാസം അല്ലാഹു നൽകിയത് തഖ്വ നേടാനാണ്. സഹോദരങ്ങളെ, എല്ലാരും നിരാഹാരം കിടക്കുന്നവർ ധാരാളം ലോകത്തുണ്ട്, പക്ഷെ അവരെ ആരും തഖ്വ നേടിയെടുക്കാറില്ല. തഖ്വ അതിനു വേണ്ടിയിട്ട് അല്ലാഹു ഉപവാസം നൽകിയത്, ഈ ഭക്ഷണം ഉപേക്ഷിക്കലും എല്ലാം അല്ലാഹു നൽകിയത് തഖ്വയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യക്ഷത്തിൽ നീ ഉപേക്ഷിക്കാൻ പറഞ്ഞതെല്ലാം നീ ഉപേക്ഷിക്കുന്നുണ്ട്, അതേപോലെ രഹസ്യത്തിനും പരസ്യത്തിനുമെല്ലാം. രഹസ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷേ അല്ലാഹുവിനെ മുൻനിർത്തി നാം കഴിക്കാറില്ല. തഖ്വ, ആ സൂക്ഷ്മത, ഒരു മുള്ളുള്ള കല്ലുള്ള കമ്പുള്ള കമ്പിവേലിയുള്ള മുള്ളുവേലിയുള്ള ഒരു വഴിയിൽ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ കാലിൽ ആ മുള്ളോ കുപ്പിച്ചില്ലോ കമ്പോ കല്ലോ കൊള്ളാതിരിക്കാൻ എത്ര ശ്രദ്ധയോടെ അവൻ നടന്നു നീങ്ങുന്നുവോ, അങ്ങനെ ജീവിതത്തിലുള്ള സർവ്വ മുള്ളുകളിലും ആ മുള്ളുകൾ തറയ്ക്കാതിരിക്കാൻ പാലിക്കേണ്ട ഒന്നാണ് തഖ്വ. അതാണ് തഖ്വ. എത്ര സൂക്ഷ്മത പാലിക്കുന്നു അതിനാണ് തഖ്വ എന്ന് പറയുന്നത് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചതും അത് തന്നെയാണ്. രണ്ടാമത്തേത് ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ. മൂന്നാമത്തെ വചനം സഹോദരങ്ങളെ, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, നിശ്ചയം അല്ലാഹു തആല ക്ഷമാശീലരോടൊപ്പമാണ്, ക്ഷമയുള്ളവരോടൊപ്പമാണ്.
വലിയ വിഷയങ്ങൾ, വർഗീയതയും അല്ലാത്തതുമായ വിഷയങ്ങൾ തൂങ്ങി നിൽക്കുന്നു. എത്രമാത്രം നമ്മുടെ പൗരത്വം പോലും ഈ രാജ്യത്തിന്റെ പൗരനാണെന്ന് പോലും ചോദിച്ചെത്തിയുള്ള അവസ്ഥയിലാണ്. അല്ല, അത് അങ്ങേയറ്റം എത്തി നിൽക്കുന്നു. എന്തുമാകാം നാളത്തെ പ്രഭാതങ്ങൾ. അതിനു മുമ്പായി ഈ നാളത്തെ പ്രഭാതം നമുക്ക് അനുകൂലമാക്കണം. അതിന് നമ്മൾ ക്ഷമയോടെ പെരുമാറണം, ക്ഷമയോടെ മുമ്പോട്ട് പോകണം, ക്ഷമയോടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചുനിൽക്കണം. റമദാനിൽ നേടിയെടുത്ത സർവ്വ സുഹൃതങ്ങളും ഇനിയുള്ള ഇന്നത്തെ പ്രഭാതത്തോടുകൂടി അവസാനിപ്പിക്കാതെ, ഇന്നത്തെ മുഹറോടുകൂടി അവസാനിപ്പിക്കാതെ ഇന്നു മുതൽ തുടരണം. സഹോദരങ്ങളെ, പ്രഭാതത്തിനുമായി പ്രദോഷത്തിനുമായി നാം നേടിയെടുത്ത ഊർജം ഇനിയും തുടരണം. ഏറ്റവും കൂടുതൽ തുടരേണ്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാ സഹോദരങ്ങളെ. എന്താണെന്നറിയുമോ? പ്രഭാതത്തിൽ സഹറിന്റെ സമയത്ത്, ഇടയത്താഴത്തിന്റെ സമയത്ത് 2 റക്അത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എണീറ്റ് നിസ്കരിച്ച് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കാണും. അല്ലാഹുവേ, ഇന്ത്യൻ ഉമ്മത്ത് വലിയ വിഷമത്തിലാണ്, വലിയ പ്രശ്നത്തിലാണ്. ഞങ്ങളുടെ പൗരത്വവും ഞങ്ങളുടെ ജീവിതവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സ്ത്രീകളും മക്കളെല്ലാം വലിയ വിഷമത്തിലാണ് സഹോദരങ്ങളെ. ഞങ്ങളുടെ വീടുകളെല്ലാം അനാഥമായി പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് രക്ഷകനായി വരണേ അല്ലാ എന്ന് ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവോട് നമുക്ക് പറയാൻ കഴിയണം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ ഈദ്ഗാഹിലുള്ള ഈ നല്ല മുഅ്മിനീങ്ങൾ നാളെ മുതൽ കൃത്യമായി ഇന്ന് എഴുന്നേറ്റതുപോലെ, ഇന്നലെ സഹറിൽ എഴുന്നേറ്റതുപോലെ ഒരു 4:15 മണിയാവുമ്പോൾ അല്ലെങ്കിൽ ഒരു 4:30 നിങ്ങൾ എന്ത് ചെയ്യണം? അലാറം വെച്ച് എഴുന്നേൽക്കണം. എന്നിട്ട് നിങ്ങളുടെ വീടിന്റെ മൂലയിൽ ഒരു മുസല്ല വിരിച്ച് അവന്റെ മുമ്പിൽ വൃത്തിയായി വന്നു നിന്ന് ഒന്നുകൊടുത്ത് വന്നു നിന്നിട്ട് കൈകെട്ടി 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന സൂറകൾ ഓതിയാ മതി. ആയത്തുൽ കുർസി അറിയാമല്ലോ, ആമന റസൂൽ അറിയാമല്ലോ, അത് ഓതിയാ മതി സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹുവേ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. കാഫിരീങ്ങൾക്കെതിരായി ഞങ്ങളെ സഹായിക്കണമെന്ന് അല്ലാഹുവോട് സഹായം ചോദിക്കണം. ഇത് ആര് പഠിപ്പിച്ചതാ? അല്ലാഹു പഠിപ്പിച്ചതാ. അവരുടെ ഭാഗത്ത് ധാരാളം പരീക്ഷണം ഉണ്ടാവുന്ന അല്ലാഹു പഠിപ്പിച്ചു. യഹൂദിന്റെ നസ്രാക്കൾ വരുന്ന മുശ്രിക്കിൽ നിന്നും ധാരാളം പരീക്ഷകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾ ക്ഷമിച്ചാൽ എന്ന് ഖുർആൻ സൂറത്ത് ആലയിലാൻ പറയുന്നുണ്ട്. ആയത്ത് ഓതിക്കൊണ്ടിരിക്കാൻ സമയമില്ല. ആ ക്ഷമയാണ്. അതാണ് ഇന്നല്ലാഹ മഅസ് സാബിരീൻ. ക്ഷമാശീലരോട് കൂടെയാണ് മഅയ്യത്ത് കിട്ടും അല്ലാഹുവിന്റെ. മഅൽ മുഅ്മിനീൻ, ഈമാനുള്ളവരുടെ കൂടെയാണ് അല്ലാഹു. മുത്തഖികളുടെ കൂടെയാണ് അല്ലാഹു. സാബിരീങ്ങളുടെ കൂടെയാണ് അല്ലാഹു. ആ 2 റക്അത്തിൽ സുജൂദിൽ നിന്നിട്ട് റുകൂഇൽ നിന്നിട്ട് റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ചവനെ, ഞങ്ങളാവുന്ന ഉമ്മത്തിനെ കാഫിരീങ്ങൾക്ക് നീ ഇരയാക്കി റോട്ടിൽ ഇട്ട് കൊടുക്കല്ലേ അല്ലാഹുവേ എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആ ദുആയുടെ അർത്ഥം, ആ അർത്ഥം ഖുർആനിലുള്ളതായി ഞാൻ ഈ പറയുന്ന ദുആ അല്ല, ഞാനുണ്ടാക്കിയ ദുആ അല്ല. ആ ദുആ ഒന്നും നമ്മളാരും ചെല്ലാറില്ല സഹോദരങ്ങളെ. അല്ലാഹു പഠിപ്പിച്ചേക്കണ ഈ സഹായം ചോദിക്കാൻ, അവരുടെ ഫിത്നയിൽ നിന്ന് സഹായം ചോദിക്കാൻ അല്ലാഹു പഠിപ്പിച്ചിട്ട് നമ്മളാരും ചെയ്യുന്നത് ഇത്രയും കലുഷിതമായി, ഇത്രമാത്രം നമ്മുടെ മുകളിൽ വാള് പോലെ തൂങ്ങിക്കിടന്നിട്ട് നമ്മളാരും അല്ലാഹുവോട് ദുആ അടയ്ക്കുന്നില്ല, അല്ലാഹുവോട് ചോദിക്കുന്നില്ല. ക്ഷമാശീലരായി നമ്മള് റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുക, 10,000-കണക്കിന് ആളുകൾ ജാഥയായി നടന്നുപോയി വണ്ടികളെല്ലാം തടഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമെന്ന് അറിയുമോ? സഹറിന്റെ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ റുകൂഇൽ സുജൂദിൽ കിടന്നിട്ട് റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ കാഫിരീങ്ങൾക്ക്, അവിശ്വാസികൾക്ക് ഞങ്ങളെ നീ ഇരയാക്കി കൊടുക്കല്ലേ അല്ലാഹു എന്ന് ദുആ ചെയ്യണം. ഇനിയുണ്ട് ദുആ, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, അക്രമികൾക്ക് നീ ഞങ്ങൾക്ക് ഫിത്നയാക്കി ഇരയാക്കി കൊടുക്കല്ലേ അല്ലാഹുവേ. വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. കാഫിരീങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഇന്നാ നജ്അലുക ഫീ നുഹൂരിഹിം, അവരുടെ നന്മയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. വനഊദു ബിക മിൻ ശുറൂരിഹിം, അവരുടെ തിന്മകളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നും
ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. തീർന്നില്ല, ഇനിയുണ്ട് ദുആ സഹോദരങ്ങളെ. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വതബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, നിന്റെ മാർഗ്ഗത്തിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പിച്ചു നിർത്തണം പടച്ചവനെ. ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭം അതായതുകൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞത്. സഹോദരങ്ങളെ, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ശമാശികളോട് കൂടെയാണ്. മഹിയത്ത് കിട്ടും, അല്ലാഹുവിന്റെ മഹിയത്ത് കിട്ടുന്ന 4 കൂട്ടരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 4ാമത്തെ ആരാന്നറിയുമോ? ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, പരോപകാരം ചെയ്യുന്നവരുടെ കൂടെയാണ് അല്ലാഹു. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിൽ നിന്ന് ആരാധിക്കുന്ന പരിപാടിക്ക ഇഹ്സാൻ, പരോപകാരം. അത് പഠിപ്പിച്ചു നമുക്ക് നോമ്പ്, അത് പഠിപ്പിച്ചു നമുക്ക് റമദാൻ. പരസ്പരം സഹായിക്കുന്നതിന്റെ, സകാത്ത് കൊടുത്തു വീട്ടുന്നതിന്റെ, സദഖ കൊടുക്കുന്നതിന്റെ, ഹദിയ കൊടുക്കുന്നതിന്റെ എല്ലാത്തിന്റെയും പ്രാധാന്യം നമ്മളെ പഠിപ്പിച്ചു അല്ലാഹു തആല ഈ ഒരു മാസക്കാലം. സഹോദരങ്ങളെ, അത് തുടരണം. അങ്ങനെ ചെയ്യുന്നവരുടെ കൂടെ അല്ലാഹു അതിന് ജാതി മതവും നോക്കണ്ട, ഓരോ നിയമങ്ങൾ നോക്കി. പാവപ്പെട്ടവൻ നമ്മുടെ അന്യ മതസ്ഥനാണ്, നമ്മുടെ അയൽവാസിയെങ്കിൽ അവൻ പാവപ്പെട്ടവനാണെങ്കിൽ അവനെ സഹായിക്കണം, അവന്റെ വിഷമങ്ങളിൽ നാം പങ്കുകൊള്ളണം, അവനെയും അവനോട് കൂടെ നിർത്തണം. അങ്ങനെയാണ് നാം പരോപകാരികളായി മാറേണ്ടത്. അവർക്ക് അനുകൂലമായി മാറണം, അവരെ നമ്മൾ കയ്യിലെടുക്കണം. അവർക്ക് അല്ലാഹു പറഞ്ഞതുപോലുള്ള എല്ലാ അയൽപക്കവും സ്നേഹവും സഹോദര്യ സ്നേഹവും അവർക്ക് കാണിച്ചു കൊടുക്കണം. പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ, സമയത്തിലൂടെ, സഞ്ചാരത്തിലൂടെ, വാഹനത്തിലൂടെ, സഹോദരങ്ങള് സമ്പത്തിലൂടെ കാണിച്ചു കൊടുക്കണം. അല്ലാഹു 4 കൂട്ടരോടൊപ്പമാ. ഒന്നാരോടൊപ്പമാ? മുഅ്മിനീങ്ങളോടൊപ്പം. രണ്ടാമത്തെ ആരുടെ കൂടെയാ? സാബിരീങ്ങളോടൊപ്പം. രണ്ടാമത്തെ ആരുടെ കൂടെയാ? മുത്തഖീങ്ങളോടൊപ്പം. മഹിയത്ത് മഅല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. മൂന്നാമത്തേത് സാബിരീങ്ങളോടൊപ്പം, നാലാമത്തേത് ഇഹ്സാൻ മുഹ്സിനീങ്ങളോടൊപ്പം. ഈ 4 കൂട്ടരോടൊപ്പമാണ് അല്ലാഹു കൂടെ ഉണ്ടാകുക. ഖുർആൻ പറഞ്ഞത് അതാ. നമ്മൾ അങ്ങനെ ആകണം, എന്നാൽ മാത്രമേ ആകുകയുള്ളൂ. എന്നാലേ ഗുഹയുടെ മുമ്പിൽ വന്ന് ശത്രു നിൽക്കുമ്പോൾ അവനെ കാട്ടിക്കൊടുക്കാതെ, അവനാ നമ്മളെ ഇരയായ അള്ളാഹുവിന്റെ പ്രവാചകരെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കാട്ടിക്കൊടുക്കാത്ത വിശ്വാസം അതിന്റെ ഉള്ളിലുള്ളവർക്കുണ്ടായിരുന്നു. അവരുടെ അനുയായികളാണ് നാം. എന്താ പറഞ്ഞത് ഖുർആൻ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ട്. അബൂബക്കറെ, ഭയക്കണ്ട. എനിക്കും ഈ ഈദ്ഗാഹിന് ഈ നടത്തുന്ന എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് ലാ തഹ്സൻ, ഒരു സിയെയും ഒന്നിനെയും ഒരു അക്രമിയെയും ഒരു വർഗീയത നടത്തുന്നവരെയും ഒരു പ്രധാനമന്ത്രിയെയും ഒരാളെയും ഭയക്കണ്ട. അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, നമ്മോടൊപ്പം ഉണ്ടാകണമെങ്കിൽ നാം മുവഹിദാകണം, നാം മുത്തഖിയാകണം, നാം സാബിറാകണം, നാം മുഹ്സിനാകണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, മൂസാ നബിയുടെ മുമ്പിലേക്ക് സർവസ്വവും ചോദ്യം ചെയ്ത് ആ നാട്ടിൽ നിന്ന് ഓടിച്ച് അവർ ഓടി രക്ഷപ്പെട്ടു. മുമ്പിലേക്ക് ചെന്നപ്പെട്ടത് കലി കൊണ്ടുവരുന്ന ആ ബഹറിന്റെ മുമ്പിലേക്കാണ്, സമുദ്രത്തിന്റെ മുമ്പിലേക്കാണ്. ഇനി എങ്ങോട്ട് പോകും മൂസ? ഞങ്ങൾ, നീ എന്ത് പണിയാ ഞങ്ങളോട് കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ മഹിയത്ത് അല്ലാഹു കൂടെ ഉണ്ട്. സഹോദരങ്ങൾ, നമ്മുടെ വീടുകൾ പൊളിക്കാൻ വരുമ്പോൾ, ബുൾഡോസർ വരുമ്പോൾ നമുക്ക് അല്ലാഹു നമ്മുടെ കൂടെ വേണമെങ്കിൽ, എന്റെ ശബ്ദം നിങ്ങൾ മറക്കാതെ ഓർമ്മ വെക്കണം. ഇന്നത്തെ ഈദ്ഗാഹിന് 4 ഗുണങ്ങൾ. മുവഹിദാകണം, സഹോദരങ്ങൾ മുത്തഖിയാകണം, അതുപോലെ തന്നെ സാബിറാകണം, മുഹ്സിനാകണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ നാം വിജയിച്ചു, വല്ലാഹി നാം വിജയിച്ചു. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതാണ് എനിക്കും പറയാനുള്ളത്. സഹോദരങ്ങളെ, മറന്നു പോകാൻ പാടില്ല നിങ്ങൾ. ഞാൻ വെയിൽ ചൂട് കൂടുന്നുണ്ട്, എനിക്കറിയാം സഹോദരങ്ങൾ. ഞാൻ നീട്ടുന്നില്ല, പരത്തുന്നില്ല. പക്ഷെ അത്യാവശ്യമായ കാര്യങ്ങൾ നിങ്ങളോട് ഉണർത്തുകയാണ്. ഞാൻ ഇത്രയും നിങ്ങളോട് പോയിന്റായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്. അതിന് നാം മുവഹിദാകാൻ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതക്രമങ്ങൾ ക്ലിയർ ആക്കണം. സുബഹി ജമാഅത്തോടുകൂടി നിർവഹിക്കാൻ നാം മുമ്പിലേക്ക് വരണം. ഇന്നലെ നിർവഹിച്ചതുപോലെ, ഇന്ന് നിർവഹിച്ചതുപോലെ.
അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടണം. അള്ളാഹു സഹായിക്കും. ജമാഅത്ത് നിസ്കാരങ്ങൾ നിലനിർത്തണം. ഖുർആൻ പാരായണം ഒരു ദിവസം ഒരായത്തെങ്കിലും ജീവിതത്തിൽ പകർത്താൻ പഠിക്കാൻ, വെറുതെ ചുമ്മാ പാരായണം ചെയ്യേണ്ട, ഒരായത്ത് പഠിക്കാൻ തയ്യാറായാൽ മതി. ഒരു 10 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി എടുക്കി. യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ പോക്കുകൾ ശരിയാകണം. ധാരാളം ശത്രുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. ലിബറലിസം, കമ്മ്യൂണിസം, അല്ലാത്ത ഇസം, എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഇസങ്ങൾ നമ്മളെ വഴിഞ്ഞു മുറുക്കുകയാ. നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങളെ വിടാൻ പേടിക്കുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങളെ, അവിടെ ചെന്ന് തിരിച്ചു വരുന്ന മകൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവനായി മാറുന്നു, നിബിധങ്ങളെ ചോദ്യം ചെയ്യുന്നതായി മാറുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ കോളേജുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, ഡിഗ്രി പഠിക്കാൻ, PG എടുക്കാൻ, അല്ലാത്ത കാര്യങ്ങൾക്ക് പറഞ്ഞു വിടുമ്പോൾ ആ കോളേജിന്റെ മാഹൗലും ആ കോളേജിന്റെ അവസ്ഥയും അതിന്റെ ചുറ്റുപാടുകളും അന്വേഷിച്ചിട്ട് വേണം നമ്മുടെ മക്കളെ പറഞ്ഞു വിടാൻ. നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കണം. അവരുടെ വേഷവിധാനങ്ങൾ നന്നാക്കണം. പെൺമക്കളുടെ വേഷവിധാനങ്ങൾ നന്നാക്കണം. അള്ളാഹുവിനെ പറ്റിക്കുന്ന വേഷവിധാനങ്ങൾ പാടില്ല. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കൂടെയുണ്ട്. അതാണ് തഖ്വ. എന്റെ മകളെ കൊണ്ടുപോകുമ്പോൾ, മകനെ കൊണ്ടുപോകുമ്പോൾ വേഷങ്ങൾ ക്ലിയർ ആകണം. ഇതെല്ലാം ആയാലേ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴും ദുആ സമ്മേളനങ്ങൾ നടത്തുന്നു, സ്വീകരിക്കാത്തത് എന്തേ? സഹായം ചോദിക്കുന്നു, എന്തേ സഹായം കിട്ടാത്തത്? എല്ലായിടത്തും നമുക്ക് അനീതിയാണ്, നമുക്ക് നീതി കിട്ടുന്നില്ല. എന്തേ? നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പോലെ ചോദിക്കുന്നില്ല, അള്ളാഹുവിനെ കൂടെ നിർത്തുന്നില്ല, നാം ഈമാനുള്ളവനാകുന്നില്ല, നാം എന്ത് ചെയ്യുന്നില്ല, തഖ്വയുള്ളവനാകുന്നില്ല. നമുക്കങ്ങനെ എല്ലാ വർഷവും വന്നതുപോലെ റമളാൻ കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ കൂട്ടരുത്. 2024 സഹോദരങ്ങളെ നമ്മൾ ചോദിച്ചില്ലമാ. അടുത്ത വർഷം നമ്മുടെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ വരുന്ന ചോദ്യമല്ല, നമ്മളെ പുറത്താക്കലിലേക്കാണ് വരുന്നത്. അത് വരാൻ പാടില്ല. അതിനു മുമ്പായി അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹ് തന്നെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ചോദിക്കണം ഒരു സഹായിയെ, വലിയനെ, ഒരു സംരക്ഷകനെ, ഒരു സഹായിയെ നിങ്ങൾ ചോദിക്കണം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സഹായിയായ ഒരു സുൽത്താനെ തന്നനുഗ്രഹിക്കണേ എന്ന് ദുആ പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് ഇസ്രായേല്. ആരെങ്കിലും ഇതുവരെ അങ്ങനെ ദുആയിരുന്നോ? ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം വന്നിട്ട് ആരെങ്കിലും ഈ ദുആ നോക്കിയോ? പടച്ചോനെ, എനിക്ക് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സുൽത്താനെ, ഒരു ഭരണാധികാരിയെ ഇന്ത്യ മഹാരാജ്യത്ത് തരണേന്ന് ദ്വാരുന്നോ? ഞാൻ ചോദിക്കാൻ ഇവിടെ ഇരിക്കണ ഈ മുഅ്മിനീങ്ങളോട്, ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞേക്കണ. സൂറത്ത് നിസായിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ പെണ്ണുങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ വീടുകളെയും അനാഥമാക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് ഒരു വലിയനെ ചോദിക്കുക, ഒരു സഹായിയെ ചോദിക്കുക. നിങ്ങൾ എന്തേ ചോദിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതിന് നമ്മളാകണം. 4 ഗുണങ്ങൾ ഇന്നത്തെ ഈദ്ഗാഹിൽ മറന്നു പോകാൻ പാടില്ല. ചുമ്മാ ഈദ്ഗാഹ് നടത്തി പോകാൻ പാടില്ല. ഇത് നടത്തിയവർക്ക് അതിന്റെ ഗുണം കിട്ടണം, ഈ പറയുന്നവന് അതിന്റെ ഗുണം കിട്ടണം, നമ്മുടെ ജീവിതത്തിൽ വളരണം. 4 കാര്യങ്ങൾ സഹോദരങ്ങളെ: ഈമാൻ, വഹ്ദാനിയത്ത്, തഖ്വ, സമൂലമായ തഖ്വ. കച്ചവടത്തിൽ വഞ്ചന പാടില്ല സഹോദരങ്ങളെ. റിയൽ എസ്റ്റേറ്റിൽ വഞ്ചന പാടില്ല. തന്റെ കൂട്ടുകാരനെ വഞ്ചിക്കരുത്, തന്റെ സഹോദരനെ വഞ്ചിക്കരുത്. സഹോദരങ്ങളുമായി ഇടപഴകണം, കുടുംബക്കാരുമായി ഇണക്കത്തിൽ കഴിയണം. നല്ല കുടുംബിനിയായി, കുടുംബമായി, കുടുംബനാഥനായി, മക്കളായി കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിയണം. ഇണക്കത്തോടെ, സ്നേഹത്തോടെ, നല്ല ഇമ്പത്തോടെ കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുആകൾ നിങ്ങൾ മറന്നു പോകരുത് ഒരിക്കലും. നമുക്ക് മറന്നു പോകാൻ പാടില്ല. ഹിന്ദി സഹോദരങ്ങളാ, അവർക്ക് ആശംസ അർപ്പിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹോദരങ്ങളെ, അവർ ഉറുദുക്കാരാണല്ലോ, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ വിഷമമുണ്ടാവും. അത് വിഷമിക്കണ്ട. അള്ളാഹു അവർക്ക് നല്ല കൂടി കൊടുക്കുമാറാകട്ടെ, അവരെല്ലാം അവരെ സംരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് അവരോട് വാക്ക് പറയുന്നത്, നിങ്ങൾ ഈ റമളാൻ രാജ്യത്ത് ഈമാൻ മുമ്പോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നാട്ടിലൊക്കെ പോയി വോട്ട് ചെയ്യണം. വോട്ടൊന്നും പാഴാക്കരുത്. അവധിക്കാലം എടുത്ത് ഗൾഫിലേക്ക് പോയി വോട്ട് പാഴാക്കരുത്. മുമ്പേ പറയേണ്ടി വന്നു, ഇപ്പൊ എനിക്ക് പോയതുകൊണ്ടാ. മുമ്പേ പറയേണ്ടി വന്നു, ഒരു വോട്ടും പാഴാക്കരുത്. സഹോദരങ്ങൾ, അന്ന് യാത്ര ഒഴിവാക്കണം, ജുമുഅ പോലും ഒഴിവാക്കണം. അല്ലാഹു നമുക്ക് അനുവാദം തന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി, നിങ്ങൾ എന്റെ ഒരു അപേക്ഷ, ഈ വോട്ട് കഴിയുന്നവരെയെങ്കിലും, അങ്ങനെ പറയാൻ പാടില്ല, തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവോട് ദുആ ചെയ്യണം. സമരം ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യമാണ്, നമ്മൾ റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാം, 2 റക്അത്ത് നിസ്കാരം
തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് വീടിന്റെ മൂലയ്ക്ക് നിന്നിട്ട് ഈ ദുആകളൊക്കെ ഈവനിങ് ആൻഡ് മോർണിംഗ് എന്നുള്ള ആ ഇതിൽ അടിച്ചു കൊടുത്താൽ മതി. ഏത്? നിങ്ങളുടെ മൊബൈൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അനുകൂല സ്വർഗ്ഗ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് നരകമാ. എനിക്കും നിങ്ങൾക്കെല്ലാം മൊബൈല ഇന്ന് വിരൽ തുമ്പില രോഗം. ഞാൻ പറയേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ, നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തി അതിന്റെ അകത്തുള്ള ദുആകൾ എടുത്തിട്ട് ഖുർആനിൽ അല്ലാഹു തആല എത്ര ദുആ പഠിപ്പിക്കുന്നുണ്ട്? 40 പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. 40 എണ്ണം. ആ 40 എണ്ണം മാത്രം ഒരു മനുഷ്യൻ ദിവസം ദുആ മതി. ചൊവ്വാകാൻ, മക്കൾ ചൊവ്വാകാൻ, കരയേണ്ട, പിന്നെ വിഷമിക്കണ്ട, ഭാര്യ ചൊവ്വാകാൻ, ഭർത്താവ് ചൊവ്വാകാൻ, യുവാവാകുന്ന മകൻ ചൊവ്വാകാൻ, യുവതിയാകുന്ന കുഞ്ഞു ചൊവ്വാകാൻ. സഹോദരങ്ങളെ, എന്റെ മകനെ ഞാൻ പഠിപ്പിക്കാൻ വിടുമ്പോൾ എനിക്ക് സ്വസ്ഥമായി ഇവിടെ കഴിയാൻ കഴിയണം. എന്റെ മകൻ പാഴാകൂല, എന്റെ മകൾ മോശമാകൂല, അള്ളാഹുവിനെ കുറിച്ച് അവൾ മനസ്സിലാക്കും എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കളെ വിടേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ ആനയിക്കേണ്ടത് കോളേജുകളിലേക്കും മറ്റും പഠിപ്പിക്കണം. പഠിപ്പിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ലപോലെ പഠിപ്പിക്കുകയും നല്ല നല്ല ജോലികൾ നേടിയും നമ്മുടെ ഒരു നോട്ടം ഉണ്ടാകണം, എപ്പോഴും ശ്രദ്ധയുണ്ടാകണം. ഈ 4 ഗുണങ്ങൾ വെച്ചാലേ അള്ളാഹുവിന്റെ മഅയ്യത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അത് മറന്നു പോകരുത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സഹോദരങ്ങളെ ഉണർത്തുന്നത്. 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുക. സഹോദരങ്ങളെ, പാടില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. ഇനി നല്ല ചിന്തകൾ വെച്ച് പുലർത്തണം. ഈ ഒരു മാസം നമുക്ക് കിട്ടിയിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ പറ്റിയോ? ഈ ഹൃദയത്തിലാണ് ഈമാൻ വേണ്ടത്, ഈ ഹൃദയത്തിലാണ് വഹ്ദാനിയത്ത് വേണ്ടത്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ ഹൃദയത്തിലാണ് തഖ്വ വേണ്ടത്, ഈ ഹൃദയത്തിലാണ് ക്ഷമ വേണ്ടത്, ഈ ഹൃദയത്തിലാണ് ഇഹ്സാൻ വേണ്ടത്. ആ ഹൃദയം നന്നായോ ഇല്ലയോ എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ട, ആലോചിക്കേണ്ട സമയമാണ്. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ ജമാഅത്ത് നമസ്കരിച്ച്, തഹജ്ജുദ് നമസ്കരിച്ച്, സഹറിന്റെ സമയത്തുള്ള ദുആ അള്ളാഹു തട്ടുകയില്ല. നിങ്ങളുടെ വിഷമങ്ങൾ എന്തും ആ സുജൂദിൽ കിടന്നുകൊണ്ട് പറയും, പടച്ചവനെ, എന്റെ മകൻ ഇങ്ങനെയാ, എന്റെ മകൾ ഇങ്ങനെയാ, എന്റെ കുടുംബജീവിതം വലിയ വിഷമത്തിലാ, എന്റെ കച്ചവടം വലിയ വിഷമത്തിലാ, നഷ്ടത്തിലാ. അല്ലാഹുവേ, ഞാൻ ഇന്ന പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ ഒന്നും നിന്നെ മറയ്ക്കാനില്ല, നിനക്കെല്ലാം അറിയാം. ഞാൻ നിന്നിലേക്ക് മടങ്ങുകയാ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ വേണ്ട എന്ന് സഹോദരങ്ങളെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണേ എന്ന് ഞാൻ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും അറിവെല്ലാം ആ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം ഈ വേളയിൽ ചിന്തിക്കണം. അതുപോലെ തന്നെ കുടുംബക്കാരുമായി കടപ്പാടുകൾ തീർക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന്. എല്ലാ കുടുംബക്കാരെയും കാണണം, ഉമ്മയെയും വാപ്പയെയും ചേർത്ത് നിർത്തണം, വിഷമിക്കുന്നവരെ ചേർത്ത് നിർത്തണം, അനുജനെയും ജ്യേഷ്ഠനെയും ചേർത്ത് നിർത്തണം, മക്കളെ ചേർത്ത് നിർത്തണം. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക വിഷയത്തിലാണ് എല്ലാവരും പരാജയപ്പെടുന്നത്. ഒരു പോയിന്റും കൂടെ സഹോദരങ്ങളെ, പലിശ എടുത്ത് വീട് വെച്ചിട്ട് ദ്വാരങ്ങൾ സ്വീകരിക്കുകയില്ല. പലിശയില്ലാത്തൊരു ജീവിതം, കടമില്ലാത്തൊരു ജീവിതം, സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല സദസ്സുകളിൽ, നല്ല നല്ല സമ്മേളനങ്ങളിൽ, നല്ല നല്ല കോൺഫറൻസുകളിൽ, നല്ല നല്ല ക്ലാസുകളിൽ ബന്ധപ്പെടണം. എല്ലാവരും മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകണം. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 12-ാം തീയതി ഞായറാഴ്ച ശ്രീമൂല നഗരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പേരിൽ ഒരു ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട് സഹോദരങ്ങളെ. അടുത്ത ഞായറാഴ്ചയാണ് അതിന്റെ 12-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കും. ഈ വരുന്ന ഞായറാഴ്ചയാണ്. മെയ് 12-ാം തീയതി, അടുത്ത മാസം മെയ് 12-ാം തീയതിയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മളൊരു അവധിയൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്ലിയർ ആക്കി, അങ്ങനെയുള്ള സംഭവങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി കൂടി, അതൊക്കെ വലിയ വിജയത്തിന് കാരണമാകും. നമുക്ക് മാറ്റമുണ്ടാകണം. നമ്മളെ രക്ഷിക്കാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഒരു ഗവൺമെന്റും ഒരു രാഷ്ട്രീയക്കാരനും ഒരാളും നമുക്കുണ്ടാകുകയില്ല. അല്ലാഹു മാത്രമേ ഉള്ളൂ ഈ ഉമ്മത്തിന് എന്ന ബോധ്യത്തോടെ
അള്ളാഹു തഖ്വയോടൊപ്പമാണ്, ഈമാനോടൊപ്പമാണ്, സാബിരീങ്ങളോടൊപ്പമാണ്, മുഹ്സിനോടൊപ്പമാണെന്ന് ഒന്നുകൂടെ ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മഅയ്യത്തിന് വേണ്ടി പരിശ്രമിക്കണേ എന്ന്, മഅയ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടിയും ദുആരക്കണേ എന്ന് ഉണർത്തിക്കൊണ്ട് സഹോദരങ്ങളെ നിർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമുക്കിവിടെ വന്നുകൂടാൻ തൗഫീഖ് നൽകി. സഹോദരങ്ങളെ നിങ്ങളെ കാണാൻ പറ്റി, പഴയ കുറെ ആളുകളെ കണ്ടു. അൽഹംദുലില്ലാ, ഒത്തിരിയൊന്നും മറന്നിട്ടില്ല, മാഞ്ഞിട്ടുമില്ല, ഞാൻ വന്നു പോകുന്നുണ്ടെന്നാലും സഹോദരങ്ങളെ ഇനി ഇങ്ങോട്ട് വരാനുള്ള വിളികൾ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടാതെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ എല്ലാവരും പോകുന്നവരൊക്കെ നമ്മുടെ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നതിന് കുറച്ചെല്ലാം സാമ്പത്തിക വിഷമമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ കഴിയുന്ന നല്ലൊരു സംഭാവന ഇന്ന ദിവസം നല്ല ദിവസമാണ്, സദഖയ്ക്ക് ഇരട്ടിയും അല്ലാത്ത കൂടുതൽ കിട്ടുന്ന നിങ്ങളുള്ളതൊക്കെ ആ വരുന്ന ബക്കറ്റിൽ ഇട്ട് കൊടുത്ത് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും എല്ലാ കാര്യങ്ങളും മക്കളെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ശിഷ്ടമുള്ള ജീവിതത്തിന്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നാം ഒരുങ്ങുകയും നാളത്തെ യാത്രയ്ക്കുള്ള പാതയമാകുന്ന പുതിച്ചോറാകുന്ന തഖ്വ, തൗഹീദ്, സബ്ർ, അതുപോലെ ഇഹ്സാൻ നേടിയെടുക്കാൻ മക്കളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്യണേ എന്ന് ഞാൻ ഈ വൈകിയ വേളയിൽ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب تراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم لا تشفي خلقنا بالنار. എല്ലാവരും ഒരു 2-3 മിനിറ്റ് കൂടെ കാര്യമായി ദുആ ആമീൻ പറയും, സ്വീകരിക്കട്ടെ അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം തരുമാറാകട്ടെ. ഈ ദിവസം നമുക്ക് സാക്ഷ്യമായി അല്ലാഹു നാളെ കൊണ്ടുവരുമാറാകട്ടെ. പോയ റമദാനും ഖുർആനും എല്ലാം നാളെ ആഖിറത്തിൽ അല്ലാഹു നമ്മൾ സാക്ഷികളാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമാലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, ഉപപെങ്ങന്മാർ, ജ്യേഷ്ഠാംഗന്മാർ, ബന്ധുപുത്രാദികൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ആഹരിപ്പിക്കുന്നവർ, നമ്മളുമായി ഇടപാട് നടത്തുന്നവർ, നമ്മുടെ അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ബാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു കാമിലായ ഈമാൻ തരുമാറാകട്ടെ. ആരോഗ്യം തരുമാറാകട്ടെ. ആരോഗ്യമാണ് ആവശ്യം സഹോദരങ്ങളെ. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. അംഗഭംഗങ്ങൾ വരാതെ, പെട്ടെന്ന് കുഴഞ്ഞു വീഴാതെ, സ്ട്രോക്ക് വരാതെ, കൊളസ്ട്രോൾ വെട്ടിപ്പെട്ട് നഷ്ടപ്പെടാതെ, ഷുഗർ വന്ന് ഇടങ്ങേറാകാതെ, അല്ലാഹുവെ പെട്ടെന്നുള്ള അറ്റാക്ക് മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആശുപത്രി കയറി ഇറങ്ങി ഗതികേടാകാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ. ശൈത്താനിന് രക്ഷ നൽകുമാറാകട്ടെ. ശൈത്താന്റെ കുതന്ത്രങ്ങൾ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവന്റെ കുതന്ത്രങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു വിടുമാറാകട്ടെ. ഇസ്സത്ത് നൽകുമാറാകട്ടെ. ഇഫ്ഫത്ത് നൽകുമാറാകട്ടെ. വിനയം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ സൽസ്വഭാവം തരണേ പടച്ചവനെ. ഹിദായത്ത് നിലനിർത്തി തരണേ അല്ലാഹുവേ. യഖീൻ തരണേ പടച്ചവനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഇസ്തിഖാമത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നല്ല സ്ഫുടമായി പറഞ്ഞ് നിന്റെ അടുക്കിലേക്ക് വരാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഈ രാജ്യം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ട രാജ്യമാണ് അല്ലാഹു. അത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ അക്രമികളെ, ഈ അക്രമി ഭരണാധികാരികളെ നീ തുരത്തണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് സഹായിയായ, ഈ ഉമ്മത്തിന് അനുകൂലമായ, എല്ലാ നിലയ്ക്കും അനുകൂലമായ ഒരു ഗവൺമെന്റിനെ നീ കൊണ്ടുവരണേ പടച്ചവനെ. അല്ലാഹു ഉമ്മത്തിന് നല്ല രീതിയിൽ ചിന്തിക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഓരോ വേളകളും വഞ്ചകന്മാരാരാണെന്ന്, കള്ളന്മാരാരാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, വോട്ട് ചെയ്യാൻ ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അത് നിലത്തി തന്നെ അല്ലാഹുവേ. നിന്നെ ആരാധിക്കാൻ ഞങ്ങൾക്ക് അതെല്ലാം സൗകര്യപ്പെടുത്തി
തരണേ പടച്ചവനെ. അത് പൊളിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകല്ലേ അള്ളാഹുവേ. ഞങ്ങൾക്ക് നീതി നൽകണേ അള്ളാഹുവേ. ഒരു രക്ഷകളെ നീ തന്ന വിജയിക്കണേ അള്ളാഹുവേ. നല്ലൊരു സുൽത്താനെ തരണേ അള്ളാഹുവേ. അള്ളാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. എല്ലാം നിങ്ങളെ തൗക്കലാക്കുന്നു. ഹബീബായ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം നന്മകൾ ചോദിച്ചോ അത് മുഴുവനും ഞങ്ങളും ചോദിക്കുന്നു. തന്നരുളനെ പടച്ചവനെ. ഏതെല്ലാം മോശമായ അവസ്ഥയിൽ നിന്നും അവിടുന്ന് കാവൽ ചോദിച്ചോ ഞങ്ങളും കാവൽ ചോദിക്കുന്നു. കാത്തു രക്ഷിക്കണേ അല്ലാഹുവേ. ഖുർആനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. യഥാർത്ഥ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ബിദ്അത്ത് ഖുറാഫാത്ത് അനാചാരങ്ങളിൽ നിന്നും തന്റേടത്തോടെ മാറി നിൽക്കാൻ തൗഫീഖ് താ പടച്ചവനെ. ഈമാൻ നിലനിർത്തി താ അല്ലാഹുവേ. തൗഹീദ് നിലനിർത്തി താ അല്ലാഹുവേ. ഹഖ് പറയാൻ തൗഫീഖ് താ അല്ലാഹുവേ. അല്ലാഹുവേ തഖ്വ താ പടച്ചവനെ. സബർ താ പടച്ചവനെ. ഇഹ്സാൻ താ പടച്ചവനെ. അല്ലാഹുവേ ഈ ഈദ്ഗാഹിന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ ആരെല്ലാം വന്നുകൂടിയോ അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ അറിയിക്കുന്ന പ്രതിഫലം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹുവേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.